വീട് നിർമ്മാണത്തിന് പണമില്ലാതെ ദളിത് കുടുംബം ജീവിക്കുന്നത് പാറയിടുക്കിൽ. പട്ടികവർഗ വിഭാഗക്കാരുടെ വീട് നിർമ്മാണത്തിന്റെ മൂന്നാം ഗഡു മുടങ്ങിയതോടെയാണ് മൂലമറ്റം പൂത്തോട് പ്രസാദ് ചന്ദ്രനും കുടുംബവും പാറയിടുക്കിലെ പൊത്തിൽ അഭയം കണ്ടെത്തിയത്. തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാർ വഴി വാഗമണിലേക്ക് പോകും വഴിയാണ് ഗുഹാമനുഷ്യരെ പോലെ താമസിക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ കണ്ടെത്തിയത്. തലചായ്ക്കണമെങ്കിൽ ഒരു അഭ്യാസിയെ പോലെ പാറക്കൂട്ടത്തിനുള്ളിലേക്ക് നൂണ്ടിറങ്ങണം. ഒന്ന് നിവർന്നു നിൽക്കാനോ നടക്കാനോ പോലും ഇതിനുള്ളിൽ സ്ഥലമില്ല. കാലൊന്ന് തെറ്റിയാൽ ആയിരക്കണക്കിനടി താഴ്ചയുള്ള കൊക്കയിൽ പതിക്കും. പാറയുടെ മുന്നിലെയും മുകളിലെയും ഷീറ്റും പ്ലാസ്റ്റിക്കും കനത്ത മഴയിൽ ഒലിച്ചു പോകുന്നത് പതിവാണ്. കാൽച്ചുവട്ടിലൂടെ ഒലിച്ചിറങ്ങുന്ന മണ്ണ്, ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന പാറ കഷ്ണങ്ങൾ, വിഷം ചീറ്റുന്ന സർപ്പങ്ങൾ. കാഞ്ഞിരക്കുഴിയിൽ സലീലയും ഭർത്താവ് പ്രസാദ് ചന്ദ്രനും കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഈ നരകത്തിലാണ്. ഒന്നുറങ്ങാൻ പോലും സാധിക്കാതെ. മരണഭീതിയാണ്, എപ്പോഴും മരണഭീതിയാണ്. ഞങ്ങളുടെ ഈ മക്കളെ ഇട്ടിട്ട് ഞങ്ങൾ എന്നാ ചെയ്യും? പട്ടികവർഗ വിഭാഗക്കാരുടെ വീട് നിർമ്മാണത്തിനുള്ള പദ്ധതിയിൽപ്പെടുത്തി 3.5 ലക്ഷം രൂപ അനുവദിച്ചതോടെ ഉണ്ടായിരുന്ന കുടിൽ പൊളിച്ചു നീക്കി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇവർ വീട് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മേൽക്കൂര വാർക്കുന്നതിനുള്ള മൂന്നാം ഗഡുവായ 1,93,000 രൂപ അധികൃതർ ഇവർക്ക് നൽകിയില്ല. ഇതോടെ നിർമ്മാണം നിലച്ചു. താമസിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതായപ്പോഴാണ് സമീപത്തെ പാറയിടുക്കിനെ ഇവർ അഭയകേന്ദ്രമാക്കിയത്. ഉറങ്ങാനും നിവൃത്തിയില്ല. ഒരു അന്യരാജ്യത്തേക്ക് ഒരു പണിക്ക് പോകാനോ ഒരു ജോലിക്ക് പോകാനോ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആരെന്ത് ചെയ്യും? പിറ്റേ ദിവസം രാവിലെ ഇതേ അറിയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എന്തായാലും ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഒരു തീരുമാനമാക്കി തരണം. മൂന്നാം ഗഡു ലഭിക്കാത്തതിനാൽ സമീപത്തെ 10ഓളം കുടുംബങ്ങൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇവരും റോഡരികിലെ ഷെഡുകളിലാണ് താമസിക്കുന്നത്. ഒരു കിടപ്പാടം സ്വപ്നം കണ്ട് സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച കുടുംബങ്ങൾ ഇപ്പോൾ കൊടിയ ദുരിതത്തിലാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഇവർ ജീവിക്കുന്നത്. അധികൃതരോട് ഒരു അപേക്ഷയുണ്ട്. വാഗ്ദാനങ്ങൾ നൽകി ഇനിയും ഈ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത്. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.